ശ്രീ റോണി കെ ബേബി, കേൾക്കാമോ താങ്കൾക്ക്? ശരി. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്? ഈ ഫലം എന്തിൻ്റെയൊക്കെ പ്രതിഫലനമാണ് എന്നാണ് കോൺഗ്രസ് കരുതുന്നത്? കാരണം ഒരു 300 വോട്ടുകളാണ് ഇന്ത്യ സഖ്യത്തിന് നേടാനായത്. പ്രതീക്ഷിച്ചത് എനിക്ക് തോന്നുന്നു 325ഓളം വോട്ടുകൾ കിട്ടേണ്ടിയിരുന്ന സ്ഥലത്താണ് ഇത് കിട്ടിയത്. ഇതിൻ്റെ ഒരു വോട്ടിങ്ങിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു വ്യത്യാസം സംബന്ധിച്ച് വിശദമായി അടുത്ത റൗണ്ടിൽ സംസാരിക്കാം. എന്നാലും പൊതുവിൽ ഇത് കോൺഗ്രസിന് എത്രമാത്രം നിർണായകമായിരുന്നു? ഈ തെരഞ്ഞെടുപ്പില് വിജയിക്കുമെന്ന അവകാശവാദമൊന്നും കോൺഗ്രസോ ഇന്ത്യ മുന്നണിയോ ഒരിക്കലും മുന്നോട്ട് വെച്ചിരുന്നില്ല. ഞങ്ങൾ ഇതിനെ ഒരു ആശയ പോരാട്ടം, ഒരു ധാർമ്മിക പോരാട്ടം, ആ പോരാട്ടത്തിൽ ഞങ്ങൾ വിജയിച്ചു എന്ന് തന്നെയാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്. ഞങ്ങൾക്ക് പ്രതീക്ഷിച്ചിരുന്ന കിട്ടാമായിരുന്ന വോട്ടുകൾ 325 അല്ല 315 ഇന്ത്യ മുന്നണി സഖ്യത്തിലുള്ള പാർട്ടികളും ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന 315 വോട്ടുകളായിരുന്നു. ആ 315 വരെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. ഞങ്ങൾക്ക് 300 അംഗങ്ങൾ വരെ വോട്ട് ഞങ്ങൾക്ക് നേടുവാനായിട്ട് കഴിഞ്ഞു. കാരണം നമുക്കറിയാം, കേന്ദ്ര സർക്കാരിന്റെ ഇതിനകത്തൊരു മനസാക്ഷി വോട്ടാണ്. ഒരു വിപ്പ് ഈ തെരഞ്ഞെടുപ്പിന് ബാധകമല്ല. രാഷ്ട്രീയ പാർട്ടികൾ ആരും വിപ്പ് കൊടുക്കാറില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, കേന്ദ്ര സർക്കാർ അവരുടെ എല്ലാ തരത്തിലുള്ള സ്വാധീനങ്ങളും, എല്ലാ തരത്തിലുള്ള അന്വേഷണ ഏജൻസികളെയും സ്വാധീനങ്ങളും എല്ലാ തരത്തിലും അവർ ഇതിന്റെ അകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമാണ്. അതോടെ നിൽക്കട്ടെ. 60 ദിവസങ്ങൾക്ക് മുമ്പ്, കാരണം ഈ തെരഞ്ഞെടുപ്പിലേക്ക് വന്നത് ജഗദീപ് ധൻഖർ രാജിവെച്ച ആ വേക്കൻസിയിലാണ്. 60 ദിവസമായി ആ മനുഷ്യനെ കാണാൻ പോലും ഇല്ല. അദ്ദേഹം എവിടെയാണ്? അദ്ദേഹം ഒളിവിലാണോ? അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് എന്നതിനെ കുറിച്ചൊന്നും ഒരു വിവരവുമില്ല. ഞങ്ങൾ എന്തുകൊണ്ടാണ് ബി സുദർശൻ റെഡ്ഡി എന്ന സത്യസന്ധനും നീതിമാനും ഒരു ജുഡീഷ്യൽ ഇന്റഗ്രിറ്റിക്ക് വളരെ പേര് കേട്ടിട്ടുള്ള ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിയെ ഞങ്ങൾ മത്സരിപ്പിച്ചത്? കാരണം വളരെ വ്യക്തമാണ്. ജഗദീപ് ധൻഖർ എന്തുകൊണ്ടാണ് രാജിവെച്ചു പോയത്? ജസ്റ്റിസ് വർമ്മയുമായി ബന്ധപ്പെട്ട ഇംപീച്ച്മെന്റ്. എന്താ ജസ്റ്റിസ് വർമ്മയ്ക്കെതിരെ ഉണ്ടായിരുന്ന ആരോപണം? അദ്ദേഹത്തിന്റെ വീടിന്റെ ഔട്ട് ഹൗസിൽ നിന്നും ചാക്കിൽ കെട്ടിയ നിലയിൽ കോടാനുകോടി രൂപ കത്തിക്കരിഞ്ഞ നിലയിൽ ഒക്കെ കണ്ടെത്തി. കണക്കുകൾ പറയുന്ന ശേഷം 15 കോടിയോളം രൂപ അദ്ദേഹത്തിന്റെ ഔട്ട് ഹൗസിൽ ചാക്കിൽ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണവും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. വളരെ ദയനീയം എന്ന് പറയട്ടെ, ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, ഒരു FIR പോലും, ഇത് ഞാൻ പറയുന്നതല്ല, സുപ്രീം കോടതി നടത്തിയ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഡൽഹി പോലീസിനെ ആരാ നിയന്ത്രിക്കുന്നത്? കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. കേന്ദ്ര സർക്കാരിന്റെ BJP സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഡൽഹി പോലീസ് ജസ്റ്റിസ് വർമ്മയുമായി ബന്ധപ്പെട്ട ഇത്രയും വലിയ കോടാനുകോടി രൂപയുടെ കള്ളപ്പണം, അഴിമതി പണം പിടിച്ചെടുത്തിട്ട് ഒരു FIR പോലും രജിസ്റ്റർ ചെയ്യാതെ ആ ജസ്റ്റിസ് വർമ്മയെ സംരക്ഷിക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. അതിന്റെ ഭാഗമായി രാജ്യസഭയിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന ഇംപീച്ച്മെന്റ് നോട്ടീസിന് അനുമതി കൊടുത്ത വിഷയത്തിലാണ് ജഗദീപ് ധൻഖർ കേന്ദ്ര സർക്കാരുമായി തെറ്റുന്നതും അദ്ദേഹം രാജിവെച്ചു പോകുന്നു. അപ്പോൾ ഞങ്ങൾ സമയക്കുറവുണ്ട്, അങ്ങ് ഇതിലേക്ക് വരൂ. തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ടുള്ള ആ കാര്യങ്ങളിലേക്ക് വരൂ. കാരണം ഞാൻ പറഞ്ഞത് 2007 മുതൽ ഇങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പ് പരിശോധിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും നമ്മൾ കണ്ടു 3-2 ഭൂരിപക്ഷത്തോടു കൂടിയാണ്. കൃത്യമായി പറഞ്ഞാൽ 528 വോട്ട്, ഞങ്ങൾക്ക് കിട്ടിയത് 182 വോട്ട്. അത്രയും വലിയ മാർജിനിൽ 3-2 ഭൂരിപക്ഷത്തിൽ 74% വോട്ട് നേടി ജഗദീപ് ധൻഖർ വിജയിച്ച ആ സാഹചര്യത്തിൽ അതിൽ നിന്ന് 3 വർഷം കഴിയുമ്പോൾ ഇപ്പോൾ ഒരു 100 വോട്ടിന്റെ മാത്രം 100-120 വോട്ടിന്റെ മാർജിൽ മാത്രം ജയിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രീയ രംഗം എത്രമാത്രം മാറിയിരിക്കുന്നു എന്നതിന് കൃത്യമായ സൂചന കൂടിയാണ്. ഇത്ര വലിയ കനത്ത സമ്മർദ്ദങ്ങള്, കനത്ത പ്രലോഭനങ്ങള്, കനത്ത സ്വാധീനങ്ങള്, അന്വേഷണ ഏജൻസികളെല്ലാം കയ്യിൽ വെച്ച് ചെയ്യാവുന്ന അൺഎത്തിക്കലായ മുഴുവൻ കാര്യങ്ങളും ചെയ്തിട്ട് പോലും 20 രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യ മുന്നണിയിൽ ഒറ്റക്കെട്ടായി നിന്നു. 300 MP ഈ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചുകൊണ്ട്, ആ ആദർശ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട്, ആ ആശയ പോരാട്ടത്തിൽ ഇന്ത്യ മുന്നണിക്കൊപ്പം നിന്ന് വോട്ട് ചെയ്തതിനെ ഒരിക്കലും നമ്മൾ നിസ്സാരമായി കാണാനായിട്ട് സാധിക്കില്ല. ഞങ്ങൾ അതിനകത്ത് പൂർണ്ണമായി വിജയം നേടിയില്ല എന്നുള്ളതല്ല, പക്ഷെ ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുന്ന വിഷയം 10-15 MP അതിനൊന്നും അത്ര വലിയൊരു നമ്പറായിട്ട്, കാരണം അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ന് ഇന്ത്യയിൽ നിൽക്കുന്നത്. സ്വതന്ത്രമായി സത്യസന്ധമായി മനസാക്ഷിക്കനുസരിച്ച് വോട്ട് പോലും ചെയ്യിക്കുവാൻ സാധിക്കാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത്രയും MP ഒറ്റക്കെട്ടായി നിർത്തി ഞങ്ങളുടെ രാഷ്ട്രീയത്തെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞുവെങ്കിൽ അത് ഞങ്ങളുടെ ധാർമ്മികമായ വിജയമാണ് എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ശരി.